ഞാനിപ്പോൾ നിൽക്കുന്നത് ഡിച്ചിലിംഗ് പീക്കലിലാണ്. ഞാൻ ഒരുപാട് പ്രാവശ്യം ഇതുവഴി ട്രാവൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ കുറച്ച് ദിവസങ്ങളിലായി ഇതുവഴി പോകുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ആ, നീല കളറിലൊരു പൂ പിടിച്ച് നിൽപ്പുണ്ട് രണ്ട് സൈഡിലായിട്ട്. അപ്പം ഞാൻ വിചാരിച്ച് എന്തായാലും ഒന്ന് ഇറങ്ങി ഇതൊന്ന് കണ്ടിട്ട് തന്നെ പോകാം. അപ്പോൾ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ ഇപ്പോൾ നല്ല കാറ്റ് വീശുന്നുണ്ട്. നല്ല കാറ്റെന്ന് വെച്ചാൽ നല്ല കാറ്റും അതുപോലെ തന്നെ ടെമ്പറേച്ചർ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഈ ഡിച്ചിലിംഗ് ബീക്കൺ എന്ന് പറഞ്ഞാൽ സസെക്സ് റീജിയനിൽ ഒരു ഹയസ്റ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. ഈ ഡിച്ചിലിംഗ് ഹൈറ്റിൻ്റെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ ദൂരത്തായിട്ട് ചെറിയ വീടുകൾ, ഒരുപാട് ബിൽഡിങ്ങുകൾ ഒക്കെ കാണാൻ പറ്റും. പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. നമ്മുടെ നാട്ടിൽ മൂന്നാറൊക്കെ കയറുകയാണെന്ന് ഇതുവഴി പോകുമ്പോഴത്തേക്ക് നമ്മളൊരു ഒരു കൗതുകത്തിന് വേണ്ടി പറയും. അപ്പോൾ നമ്മൾ കാണാൻ വന്നിരിക്കുന്ന സ്ഥലത്തെത്തിയിരിക്കുന്നു. ഈ പർപ്പിൾ കളറിൽ, ഒരു വയലറ്റ് പേർപ്പിൾ കളറിൽ നീണ്ട് വിരിഞ്ഞ് തന്നെ ഒരുപാട് ഏരിയയിൽ, ആ ഏരിയയിൽ കിടക്കുന്ന ആ ഒരു ഫ്ലവർ ആണ് നമ്മൾ കാണാൻ വന്നിരിക്കുന്നത്. ഒരുപാട് ഈ ബീസ് ഒക്കെ അട്രാക്ഷൻ കൊടുക്കുന്ന ടൈപ്പുള്ള ഒരു ഒരു ഇനത്തിലുള്ള ഒരു ഫ്ലവർ ആണത്. അപ്പോൾ നമുക്ക് ഇതൊരു ഒരു നല്ല ഹൈറ്റുള്ള ഒരു പ്രദേശമാണ്. നമുക്ക് ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ദേ അങ്ങ് ദൂരെയായിട്ട് നമുക്ക് ബ്രൈറ്റന്റെ ഫാൽമർ സ്റ്റേഡിയം കാണാം. അതാണ് ബ്രൈറ്റൻ ഫാൽമർ സ്റ്റേഡിയം. ഇതൊരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഹൈറ്റ് കൂടിയൊരു പ്രദേശമാണ്. അപ്പോൾ ഇതിലേക്കൂടെ യാത്ര ചെയ്യുന്നത് തന്നെ നല്ല നല്ല ഫീൽ ഗുഡ് ആയിട്ടുള്ളൊരു ഒരു യാത്രയാണ് ഇതുവഴി നമ്മൾ യാത്ര ചെയ്ത് പോകുമ്പോൾ കിട്ടുന്നത് നമുക്ക്. ഇതാണ് ആക്ച്വലി ആ പൂവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് നമുക്ക് കണ്ട ഇവിടെ ഇങ്ങനെ കണ്ണെത്താ ദൂരം ഇങ്ങനെ പരന്ന് കിടക്കുക. പക്ഷെ ഒരുപാട് നമുക്ക് ദൂരെ അടുത്ത് നിന്ന് കാണുമ്പോഴത്തേക്ക് കുറവാണ്. പക്ഷേ ദൂരെ ഒരുപാട് ഏരിയ അല്ല. അതിങ്ങനെ സൈഡ് റോഡിൽ കൂടെയൊക്കെ പോകുമ്പോഴത്തേക്ക് അത് കാണാൻ നല്ല രസമുണ്ട് കണ്ടോ. അതുപോലെ തന്നെ അപ്പുറത്തൊരു ഏരിയ ഉണ്ട്. ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ റോഡ് പോകുന്നുണ്ട്. അത് ബ്രൈറ്റനെയും ഹേവാർഡ് സീത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡാണ്. ഇത് ഇവിടെ വിളഞ്ഞു കിടക്കുന്ന, വിളയാറായിട്ടില്ല, എന്തായാലും ഗോതമ്പാണ് ഈ പാടം മുഴുക്ക. ഒരു സൈഡിൽ ഗോതമ്പും മറു സൈഡിൽ ഈ പൂക്കളും. ഉണ്ടോ, നല്ല രസമല്ലേ ഉണ്ടോ. പിന്നെ ഇടയ്ക്ക് അങ്ങായിട്ട് നമ്മുടെ റെഡ് കളറിലൊരു ഫ്ലവർ ഉണ്ട്, പോപ്പി. യു കെയിലെ ഗോതമ്പ് പാടത്തിൻ്റെ നടുവിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. കണ്ടോ ഗോതമ്പ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോപ്പി ഫ്ലവർ. ഞാനൊന്ന് സൂം ചെയ്ത് കാണിക്കാം, കാണാൻ പറ്റുമോ എന്നറിയില്ല.
അതാണ് പോപ്പി ഫ്ലവർ. അത് ഇതിൻ്റെ ഇടയ്ക്ക് അങ്ങിങ്ങായിട്ട് നിൽപ്പുണ്ട്. കുറേ സ്ഥലങ്ങളിൽ